നമ്മൾ ഈ ഒരു ട്രിപ്പിൽ മെയിനായിട്ട് കണ്ടത് കില്ലർ വെയിൽ അല്ലെങ്കിൽ ഓർക്ക എന്ന് പറയുന്ന ഒരു വെയിലിൻ്റെ സ്പീഷീസിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഈ ഒരു വെയിൽ അധികം നേരം വെള്ളത്തിന് മുകളിൽ വന്ന് നിൽക്കത്തില്ല. ജസ്റ്റ് കൂടിപ്പോയ ഒരു 3 അല്ലെങ്കിൽ 4 സെക്കൻഡ്സ് മാത്രമേ ഇത് മുകളിൽ വന്നിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വളരെ കുറച്ച് വീഡിയോ ക്ലിപ്സ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയുള്ളൂ. കാരണം ഇത് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പൊങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഈ വീഡിയോയിൽ എടുക്കാതെ കഴിയുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയത്നത്തിലായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 12:30 1 മണി സമയമായപ്പോഴേക്കും ഉൾക്കടലിൽ ഒരുപാട് തിരകളുണ്ടായിരുന്നു. അതുപോലെ ബോട്ട് നന്നായിട്ട് ആ തിരയിൽ ഉലയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബോട്ടിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ടേബിളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ക്യാപ്റ്റൻ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. സോ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് സീ സിക്നെസ് വന്നു തുടങ്ങി. അപ്പോൾ ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് തന്നെ എല്ലായിടത്തും വന്നിട്ട് സിക്നസ് ബാഗും അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻ വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും നല്ല കാര്യമായിരുന്നു. ഈ വെയിലിനെ സ്പോട്ട് ചെയ്യുന്നത് ക്ലോക്ക് പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലോക്കിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സൂചി ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, ഓരോ മണിക്കൂറിൽ സൂചി ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, അതുപോലെ ആയിരിക്കും നമുക്ക് പൊസിഷൻ അവർ അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ബോട്ടുകൾ സോണാർ യൂസ് ചെയ്യത്തില്ല. കാരണം സോണാറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് വേവ്സ് വെയിൽസിന് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഈ വെയിൽസ് മുകളിൽ വന്നിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. അതിൻ്റെ നോസ് ഏകദേശം മുകളിലായിട്ടാണ് വരുന്നത്, അതിൻ്റെ സർഫസിലായിട്ടാണ് വരുന്നത്. സോ സർഫസിൽ വന്ന് എയർ എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് അതൊരു പുക പോലെ നമുക്ക് കാണാൻ പറ്റും. സോ അത് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈനാണ്. ഹെറിങ്സ് മീൻ മുകളിൽ സർഫസിൽ വരുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീഗൾസ് ഇതിൻ്റെ മുകളിലായിട്ട് വട്ടമിട്ട് പറക്കും. സോ ഇങ്ങനെ വട്ടമിട്ട് കൂട്ടത്തോടെ പറക്കുന്ന സീകളും ഇതിൻ്റെ ഒരു സൈനാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെയിൽസിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നത്. കേസ് വെയിലിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്ന ആ ഫ്യോർട്സ്, ആ ഒരു മൗണ്ടൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു സൂര്യപ്രകാശം, ആകാശത്ത് കാണുന്ന ആ ഒരു കളേഴ്സും ബാക്കി കാര്യങ്ങളെല്ലാം ശരിക്കും ഭയങ്കര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു തണുപ്പ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്.